നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയുള്ള മണിക്കൂറുകൾ പകൽ പുറത്തിറങ്ങുന്ന ഓരോ നിമിഷവും സൂക്ഷിക്കാൻ ജാഗ്രതാ നിർദ്ദേശം. രാവിലെ 12 മുതൽ ഉച്ചകഴിഞ്ഞ് 2 വരെ സംസ്ഥാനത്ത് താപനില 42 ഡിഗ്രി വരെ ഉയരാമെന്നിരിക്കെ നട്ടുച്ചവെയിലിൽ പണിയെടുക്കുന്നവരും നടന്നു പോകുന്നവരും ബോധം കെട്ട് വീഴാവുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ തളർന്നു വീണ് മരണം വരെ സംഭവിക്കാവുന്ന സാഹചര്യമാണ്. മനുഷ്യർ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും വരെ ഇപ്പോഴത്തെ കൊടുംചൂടിൽ ചത്തു വീഴാവുന്ന ഭയാനകമായ സാഹചര്യം. സംസ്ഥാനത്തെ 12 ജില്ലകളിൽ മഞ്ഞ അലർട്ട് നിലവിലുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ശരീരത്തിലെ ചർമ്മം പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് 3 മനുഷ്യരുടെ ശരീരം പൊള്ളി ചർമ്മം വെന്തുപോയ സാഹചര്യമുണ്ടായി. 40 ഡിഗ്രിയാണ് കേരളത്തിലെ താപനിലയെങ്കിലും നിലവിൽ അന്തരീക്ഷ ഈർപ്പം മൂലം 52 ഡിഗ്രി ചൂടാണ് അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ വൈദ്യുതി ഉൽപാദനം 6000 മെഗാവാട്ട് എന്ന റെക്കോർഡിൽ എത്തിയെന്നത് മാത്രമല്ല, സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് 32 ഡിഗ്രിയിലേത് താഴ്ന്നതോടെ പവർ കട്ടിനുള്ള സാധ്യതയും സാഹചര്യവും ഏറെയാണ്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് അതിവേഗം താഴുന്ന സാഹചര്യത്തിൽ അടുത്തയാഴ്ചയോടെ വൈദ്യുതി ഉൽപാദനം നിർത്തിവയ്ക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ്. കനത്ത ചൂടിൽ വെന്തുരുകുന്ന സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പുണ്ട്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. 19-ാം തീയതി വരെ കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളേക്കാൾ ശരാശരി 2 മുതൽ 3 വരെ ഡിഗ്രിയുടെ താപവർദ്ധനയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ചൂടിനൊപ്പം അൾട്രാവയലറ്റ് വികിരണ തോതും വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പത്തനംതിട്ടയിലെ കോന്നി, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, കോട്ടയത്തെ ചങ്ങനാശ്ശേരി, ഇടുക്കിയിലെ മൂന്നാർ, പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നിവിടങ്ങളാണ് ഓറഞ്ച് അലർട്ട്. അൾട്രാ വയലറ്റ് സൂചികയിൽ 6 മുതൽ 8 വരെ രേഖപ്പെടുത്തുമ്പോഴാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. 5 ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളം, കളമശ്ശേരി, തൃശൂർ, ഒല്ലൂർ, മലപ്പുറം, പൊന്നാനി, കോഴിക്കോട്, ബേപ്പൂർ, വയനാട്, മാനന്തവാടി എന്നിവിടങ്ങളാണ് മഞ്ഞ അലർട്ട്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയുടെ ഉച്ചിയിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതലാണ്. മഴമേഘങ്ങളുടെ സാന്നിധ്യമില്ലാത്തതും ചൂട് കൂടാൻ കാരണമാണ്. വടക്കൻ അറബിക്കടലിൽ നിന്നുള്ള എതിർചക്രവാതവും ചൂടുകൂടിയ വായുസഞ്ചാരവും മറ്റൊരു കാരണമാണ്. അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വേനൽ കടുത്തതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2341 അടിയായി കുറഞ്ഞു. ഇടുക്കിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 8 അടി വെള്ളം കുറവാണ് ഇപ്പോൾ. KSEBിയുടെ സംസ്ഥാനത്തെ എല്ലാ അണക്കെട്ടുകളും ഇപ്പോൾ 37% മാത്രം വെള്ളമാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഏപ്രിൽ മാസത്തിൽ സംസ്ഥാനത്തെ ഒരു ദിവസത്തെ ശരാശരി വൈദ്യുതി ഉപയോഗം 102 ദശലക്ഷം യൂണിറ്റായി ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇത് 93 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് പ്രതിദിനം 80 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കാലവർഷം എത്താൻ ഇനി 48 ദിവസം കൂടി വേണമെന്നിരിക്കെ സംസ്ഥാനം നേരിടുന്നത് അതിരൂക്ഷമായ പ്രതിസന്ധിയാണ്. വൈദ്യുതി എത്തിച്ചാൽ മാത്രമേ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. താപനില ഓരോ വർഷവും വർദ്ധിക്കുന്നതിനാൽ ഓരോ വർഷവും മുൻവർഷത്തേക്കാൾ 5% വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. വീടിനുള്ളിലും AC ഒന്നും ഇല്ലാതെ നിൽക്കാനാവാത്ത സാഹചര്യം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. രാവിലെ 11 മണിക്കോ വൈകിട്ട് 3 മണിക്കോ പോലും പുറത്തിറങ്ങിയാൽ പൊള്ളുന്ന രീതിയിലാണ് ചൂട്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കി ആനത്തോട് അണക്കെട്ടിലെ ജലനിരപ്പ് 34% താഴ്ന്നു. വൈദ്യുതി ഉൽപാദനത്തിന് ആവശ്യമായ വെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.